നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ചെന്നൈയിലാണ് സംഭവം ഉണ്ടായത്. ഒരു കെട്ടിടത്തിൻ്റെ 4ാം നിലയിൽ നിന്ന് 7 മാസം പ്രായമായൊരു കുട്ടി താഴെ വീഴുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റലി വീണതാണ്. ഭാഗ്യത്തിന് ആ കുട്ടി 1ാം നിലയിലെ ഒരു ഷീറ്റിന് മുകളിൽ കുടുങ്ങി നിൽക്കുന്നു. പിന്നീട് അയൽക്കാരും കുറച്ച് പേരും ചേർന്ന് രക്ഷാപ്രവർത്തകരും ചേർന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്നു. അത്ഭുതകരമായിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം ആ കുട്ടി രക്ഷപ്പെട്ടതിൽ ഒരുപാട് പേര് സന്തോഷം, ദൈവത്തിന് സ്തുതി എല്ലാം പറഞ്ഞു. നല്ല കാര്യം. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ എത്ര ശ്രദ്ധയില്ലാതെയാണോ നോക്കുന്നത് എന്ന് പറഞ്ഞ് ആ അമ്മയ്ക്കെതിരെയും വീട്ടുകാർക്കെതിരെയും കനത്ത ആക്രമണവും സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിൽ കുറേ പേരെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ള, വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. ആ അമ്മ ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്തു. ഈ ഒരു കാര്യം വളരെ ദുഃഖകരമാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ കുട്ടിക്ക് സ്വന്തം അമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒരു വിടവും നികത്താനാവുന്നതല്ല. അതിൽ തന്നെ അമ്മയുടെ വിടവ് വേറെ ആര് വിചാരിച്ചാലും നികത്താൻ കഴിയുന്നതല്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യമായിട്ട് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും 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 നമ്മൾ ബോധേഡ് ആവേണ്ടതിൻ്റെ ആവശ്യകതയാണ്. മാൻ ഈസ് നോട്ട് ജസ്റ്റ് ബോഡി, ഹീസ് മൈൻഡ്. ആക്ച്വലി ഈസ് മച്ച് മോർ ഓഫ് മൈൻഡ് റദർ ദാൻ ബോഡി. ആ ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതേ ഒരു പ്രാധാന്യം അതേ ഒരു കൺസേൺ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് കൊടുക്കാറില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ഓൺ പേപ്പർ ആൻഡ് ഇൻ പ്രാക്ടീസ്. അപ്പോൾ ഇത് രണ്ടും വേണം. മാനസികാരോഗ്യത്തിന് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമേ ശാരീരിക രോഗങ്ങളുടെ പോലെ പുറമേ പ്രകടമായ ലക്ഷണങ്ങൾ പലപ്പോഴും താരതമ്യേന കുറവായിട്ടേ കിട്ടുകയുള്ളൂ. മാത്രമല്ല ശാരീരിക രോഗലക്ഷണങ്ങൾ പിടികിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ പിടികിട്ടാൻ. നമ്മളോടൊപ്പം താമസിക്കുന്നവരുടെ പോലും, നമുക്ക് ഒരുപാട് നാളായിട്ട് പരിചയമുള്ളവരുടെ പോലും മെൻ്റൽ ഹെൽത്ത് ഡിറ്റീരിയേറ്റ് ചെയ്യുന്നത് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഒരു സെൻസിറ്റിവിറ്റിയോ ഒരു സമയമോ ഒരു മനസ്സോ നമുക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ എന്നാൽ ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് മെൻ്റൽ ഹെൽത്തിന് എപ്പോഴും നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് എന്താണ് എന്നറിയാൻ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എക്യുപ്ഡ് ആയിരിക്കണം. അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സെൻസ് ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയാൽ അവരെ നേരിട്ട് അവരുടെ കൂടെ നിൽക്കുകയും അവരെ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകാതെ നോക്കുകയും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട രീതിയിലുള്ള മെഡിക്കൽ കെയർ കൊടുക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസിനെയും ഒരു സ്റ്റിഗ്മയോടെ കാണുന്ന ഒരു രീതി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. ഒരു സ്റ്റിഗ്മയുടെ ആവശ്യമില്ല. ഒരു രോഗവും നമ്മുടെ കുഴപ്പം കൊണ്ട് വരുന്നതല്ല. രണ്ടാമത് ഒരു പെർമനൻറ്റ് രോഗമോ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഡിപ്രസീവ് സ്റ്റേറ്റോ വരാം. ഇതൊന്നും ഒരു മെൻ്റൽ രോഗം അല്ലെങ്കിൽ മെൻ്റൽ ഇതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ ഭ്രാന്ത് എന്നെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ, സ്ട്രെസ്സൊക്കെ ആയിരിക്കാം ആ അമ്മയ്ക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത. മാത്രമല്ല പുറമേ നിന്നും ഒരു പക്ഷേ എനിക്കറിയില്ല, വീട്ടിൽ നിന്നും ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം, അറിയില്ല. ആ ഒരു കാര്യം നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ആരുടെ നേരെയും വിരൽ ചൂണ്ടുന്നത് ശരിയല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ട്രോമ, ഒരു സ്വന്തം കുട്ടിക്ക് ഒരു ജീവനെ അപകടപ്പെടുന്ന ഒരു കണ്ടീഷൻ വന്നു എന്ന് പറഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ട്രോമയാണ്. ആ ഒരു ട്രോമ കഴിഞ്ഞ് കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണിത്. ഏതൊരു ട്രോമയ്ക്ക് ശേഷം അതിൽ നിന്ന് റിക്കവർ ആകുന്ന വ്യക്തി, ഇവിടെ കുട്ടിക്കും അമ്മയ്ക്കും ഉണ്ട്. കുട്ടി ചെറിയതാണെങ്കിൽ ഇപ്പോൾ അത്രയും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അമ്മയ്ക്ക് ഡെഫിനറ്റ്ലി ട്രോമയുണ്ട്. ആ ഒരു ട്രോമയെ നമ്മൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു, കുടുംബം എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ കാര്യം മനസ്സിലാവാൻ ഇത്രയും മതി എന്നുള്ളത് കൊണ്ട് ഇവിടെ നിർത്തുന്നു ആ ഒരു ആസ്പെക്ട്. രണ്ടാമതായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു റിയാലിറ്റിയാണ്. പലതരം ചാലഞ്ചുകൾ നേരിടാൻ മനുഷ്യൻ എപ്പോഴും തയ്യാറായിരിക്കണം. പുതുതായിട്ട് ചാലഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ കാലത്ത് ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ഭാവി കാലങ്ങളിലും നമ്മൾ നേരിടാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്നുള്ളത്. എയറിലാക്കൽ, അങ്ങനെ പല പല എന്താ പറയുക, കേൾക്കാൻ വിയേർഡായിട്ടുള്ള ടേംസിലൂടെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പൊങ്കാലയിടൽ. പക്ഷേ ഈ എയറിലാക്കലും പൊങ്കാലയിടലും ഒക്കെ പലപ്പോഴും സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയും അതിനേക്കാൾ പ്രധാനമായിട്ട് ഒരാളുടെ മാനസിക സമാധാനത്തെയും അസ്തിത്വത്തെയും പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. ആർക്കും എന്തും ഒരു ലൈസൻസും ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ. ഈ ഒരു സ്വകാര്യത അല്ലെങ്കിൽ ഈ ഒരു മുഖം കാണിക്കാതെ പറയാൻ, അല്ലെങ്കിൽ വേറൊരു പേരിലോ മുഖമില്ലാതെയോ പറയാനുള്ള ഒരു ലൈസൻസ് നേരിട്ട് പലപ്പോഴും പറയാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. പിന്നെ ഒരു കൂട്ടം പേര് ഒരുമിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രൈബ് മെൻറ്റാലിറ്റി, കൂട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പല സോഷ്യൽ ഇൻഹിബിഷൻസും പോകുന്നില്ല, അതുമാതിരിയുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് നമ്മൾക്കത് മുഴുവനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിയമങ്ങൾ വേണമെങ്കിലും ഏത് നിയമം വന്നാലും മുഴുവനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വ്യക്തിപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അറ്റാക്സ് ഇനിയത്തെ കാലത്ത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. വി ഹാവ് ടു ലേൺ ടു ഫേസ് ദം. എങ്ങനെ ഫേസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിനെതിരെ ഒരു ഡിഫൻസ് വേണം. കുറച്ച് നാളത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ അബ്സ്റ്റിനൻസ് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരുമ്പോൾ സോഷ്യൽ മീഡിയ അതിനൊരു ഭാഗമാണെങ്കിൽ, അതിനൊരു കാരണങ്ങളിൽ പെടുന്നതാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ജസ്റ്റ് കീപ്പ് അവേ ഫ്രം മീഡിയ, അല്ലെ? കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷെ പലപ്പോഴും ലൈഫ് സേവിങ് ആയിട്ട് ഇത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയ ഡിഫൻസ് ഉണ്ടായിരിക്കുക. സോഷ്യൽ മീഡിയ അബ്സ്റ്റിനൻസ് ഒരു ഡിഫൻസീവ് മെക്കാനിസം ആയിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യം വന്നാൽ തയ്യാറായിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമാണ്. അതുപോലെ ഒരാളെ എന്തിൻ്റെ പേരിലാണെങ്കിലും കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യുന്നത്, കൂട്ടത്തോടെ സഭ്യവും അസഭ്യവുമായ രീതിയിൽ ആക്രമിക്കുന്നതിനെ എന്ത് ചെല്ലപ്പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും അത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് ചെയ്യാതിരിക്കാനുള്ള മാന്യത, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള മാന്യതയും നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. സോ മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ മീഡിയ അറ്റാക്ക്, സോഷ്യൽ മീഡിയ ലിഞ്ചിങ്, സോഷ്യൽ മീഡിയ ഡിഫെൻസ് ഫ്രം ദ അറ്റാക്ക് ഓഫ് സോഷ്യൽ മീഡിയ അബ്സ്റ്റിനൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓരോന്നും വേണമെങ്കിൽ വിശദമായിട്ട് പറയാം, പക്ഷേ ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുമെന്നുള്ളതൊരു ദുഃഖകരമായ സത്യമാണ്. നമ്മളൊരിക്കലും അതിൻ്റെ കാരണമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് ഇരയാകേണ്ടി വന്ന ഒരാളെയെങ്കിലും, നമ്മുടെ അടുത്തുള്ള, നമ്മുടെ പരിസരങ്ങളിലുള്ള ഒരാളെയെങ്കിലും അതിൽ നിന്ന് താൽക്കാലികമായി രക്ഷിക്കാൻ കഴിഞ്ഞാൽ, അതിനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുക. മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് ഒരു സത്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ be more sensitive towards mental health, be aware regarding mental health, and be empathetic, and be gentle, and be understanding.